ഇപ്പോൾ നമ്മൾ കാണുന്നത് രസകരമായിട്ടുള്ള ഒരു പോസ്റ്ററാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ എല്ലാ ബിസ്ക്കറ്റുകളിലും എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളിലും പ്രത്യേകിച്ചും പാക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങളിൽ ബാർകോഡ് കാണാൻ പറ്റും, QR കോഡ് കാണാൻ പറ്റും. അപ്പോൾ ഒരു ക്യാപ്ഷൻ എഴുതി ചോദിച്ചിരിക്കുകയാണ്, ഒരു 5 രൂപയുടെ ഒരു ബിസ്ക്കറ്റിന് ആ ബിസ്ക്കറ്റ് ഉൽപ്പാദിപ്പിച്ചത് എവിടെയാണ്, അതിലെന്തൊക്കെ ചേരുവകളുണ്ട്, ഏത് കമ്പനിയാണ് ഇന്ത്യയിൽ അത് മാർക്കറ്റ് ചെയ്യുന്നത്, എവിടെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്, കസ്റ്റമർ കെയറിൻ്റെ നമ്പറുണ്ട്, കമ്പനിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ബിസ്ക്കറ്റ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ 100 കോടി രൂപ മുതൽ മുടക്കി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡിൻ്റെ QR കോഡ് എന്തുകൊണ്ട് അവിടെ ഇങ്ങ് ഒട്ടിച്ചു വെക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കളിയാക്കി പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷനാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് മഴ പെയ്യുന്നുണ്ട്, പ്രളയക്കെടുതികളുണ്ട്, ഉരുൾപൊട്ടലുണ്ട്, പല കാര്യങ്ങളുണ്ട്. 100% തികഞ്ഞ റോഡുകൾ സർക്കാരിന് പണിയാൻ പറ്റുന്നില്ലെങ്കിലും കൂടെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കാൻ സർക്കാരിന് പറ്റും. പ്രളയം, പ്രളയക്കെടുതി, ഉരുൾപൊട്ടൽ, ഭൂമി കുലുക്കം ഇതൊന്നും മനുഷ്യന് തടുക്കാൻ കഴിയില്ല. ലോകത്തിലെ ഒരു രാജ്യത്തിൻ്റെയും ഭരണകൂടത്തിന് തടുക്കാൻ കഴിയില്ല. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്, മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. പക്ഷേ റോഡ് കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാരുകൾക്ക് പറ്റും, പഞ്ചായത്തുകൾക്ക് പറ്റും. അതെന്താണ് ചെയ്യാത്തതെന്നുള്ളതാണ് ചോദ്യം. എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അതായത് പ്രളയക്കെടുതി, ഉരുൾപൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ, വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ റോഡൊക്കെ പൊട്ടിപ്പൊളിയും എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ സർക്കാർ നേരെയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന രീതി എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവരത് നേരെയാക്കുന്നത്? അവർ ജനങ്ങൾക്ക് വേണ്ടി കരുതലുണ്ടോ? കാരണം ജനങ്ങൾ ടാക്സ് അടയ്ക്കുകയാണ്, എല്ലാ വാഹനങ്ങളും ടാക്സ് അടച്ചിട്ടാണ് റോട്ടിലിറങ്ങുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. ജനങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട, പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിലൂടെ യാത്ര ചെയ്താൽ മതി എന്ന് പറയുന്നത് അപഹാസ്യമാണ്. ജനങ്ങൾ വാഹനങ്ങൾ റോട്ടിൽ ഇറക്കുന്നത് അവരുടെ കയ്യിലെ പൈസ ടാക്സായിട്ട് അടച്ചിട്ടാണ്. അത് സർക്കാർ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും റോഡ് പണിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡിവിഷൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. കാരണം മഴക്കാലത്ത് അത് നേരെയാക്കണം, എപ്പോഴൊക്കെ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാകുമ്പോഴും അത് നേരെയാക്കണം. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ആകുന്ന രീതിയിലാവരുത്. കാരണം റോഡാണ് ഇന്ത്യയിൽ സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള ഏക ഉപാധി. അതുകൊണ്ടാണ് ജനങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അത് സർക്കാരുകൾ അതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും അടിപൊളി റോഡുകൾ എല്ലായ്പ്പോഴും ഉണ്ടാവും.